എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെട്ടിയെടുക്കുന്നതാണ്. നമ്മളിവിടെ ഒരു പന്തലുണ്ട്, അത് പോവാണ്ട് പന്തലേ കിടന്ന പാവല മൊത്തം ഈ കുന്നച്ചോറൊന്നും ഒടിച്ചെടുക്കണേ കേട്ടോ. നമ്മുടെ ഈ പന്തലേ കിടന്ന പാവല് മൊത്തം പോയിട്ടുണ്ട്, ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കൊച്ചു കൊച്ചു പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പയറായിട്ടും നിത്യവഴുതന അങ്ങനെ ഓരോ. ഇത് നമ്മുടെ ഈ പാവല് അത്യാവശ്യം അങ്ങ് ഉണങ്ങിപ്പോയിട്ട് ഇപ്പം അങ്ങനെ ഒത്തിരി അങ്ങനെ കായ്ക്കണമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിലൊക്കെ കാ കിട്ടിക്കൊണ്ടിരുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുൾ ഉണങ്ങി അതെയൊക്കെ. അപ്പോൾ നമ്മുടെ ഇനി ഈ പന്തൽ കാലിയായിട്ട് കിടക്കാൻ മേലല്ലോ. അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്, പയറായിട്ടും ബീൻസും നിത്യവഴുതനയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതങ്ങ് പോകുമ്പോഴത്തേക്കും അടുത്ത കയറ്റി വിടാൻ വേണ്ടിയാണ്. നല്ല വെയിലല്ലേ, വെയിലൊക്കെ ആയി. അപ്പോൾ ഇതിൻ്റെ മണ്ണങ്ങ് ഉണങ്ങിപ്പോയാൽ പിന്നെ അത് അതിൻ്റെ വളർച്ചയൊക്കെ ബാധിക്കില്ല. അപ്പോൾ ഈ ചവറങ്ങ് ഇട്ട് കൊടുത്താൽ മണ്ണ് ഉണങ്ങിപ്പോവുകയില്ല, ഇതിനൊരു വളമായിക്കോളൂ. ചവറ് വെച്ച് കൊടുത്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ചോട് തറവാണ്ട് മണ്ണൊക്കെ ഉണങ്ങി പോകാണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഇതൊരു നല്ലൊരു കീടബാധ തടയാനുള്ള ഒരു ഇതാട്ടോ. ഇതൊക്കെ അങ്ങനെ വെച്ച് കൊടുത്താലും ഇതിൻ്റെ ഇല ഇങ്ങനെ പുതയിട്ട് കൊടുത്താലുണ്ടല്ലോ കീടബാധയിൽ നിന്ന് തടയാനൊക്കെ ഒത്തിരി നല്ല കേട്ടോ. നമ്മുടെ കായ്ച്ചോണ്ടിരുന്ന് പോകുമ്പോഴത്തേക്കും അടുത്ത് വെച്ച് കൊടുത്താലല്ലേ നമ്മുടെ തോട്ടം കാലിയാവാതിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പയറുണ്ട്, പയറൊക്കെ ഇത് നീലപ്പയറാട്ടോ, അത് കായ്ച്ചു തുടങ്ങി. നിത്യവഴുതനയുണ്ട്, ചീനിയുണ്ട്, കണ്ടോ. ഇത് കണ്ടോ നമ്മുടെ ചൊച്ചയ്ക്ക. പല പേരുകളിലൊക്കെ അറിയപ്പെടും കേട്ടോ. എനിക്ക് ബാക്കി പേരൊന്നും ചൊച്ചയ്ക്കാന്നാണ് എനിക്കറിയുള്ളൂ. ഇത് കായ്ച്ചൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരെണ്ണം നട്ടു കൊടുത്താൽ ഈ മാവേക്കൂടെ അങ്ങ് കയറിപ്പോയി നന്നായിട്ട് പെട്ടെന്ന് അത് വളർന്നു വരും കേട്ടോ. അപ്പോൾ അതിനും കൂടെ നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ അതിനും കൂടെ 2 ചവറ് വെച്ച് കൊടുത്താൽ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഉണങ്ങി പോകാണ്ട് മണ്ണിനും കണ്ട് കിടന്നോളൂ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടാനും മറക്കരുതേ. ഇതൊരു നിത്യവഴുതനയാട്ടോ. അപ്പറയൊക്കെ ഇഷ്ടമാതിരി നിത്യവഴുതന ഉണ്ടാവുന്നുണ്ട്. എന്നാലും ഇവിടെ എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചാലല്ലേ നമുക്ക് അവിടുത്തെ പോകുമ്പോഴത്തേക്കും അടുത്തുണ്ടായി വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരെണ്ണം നട്ടുപിടിപ്പിച്ചേക്കണേ. ഓരോന്ന് തീരുമ്പോഴത്തേക്കും നമ്മൾ അടുത്തടുത്തേക്ക് മാറ്റിയില്ലെങ്കിൽ അതങ്ങ് പാടെ പോവില്ലേ. അതുകൊണ്ട് ഓരോന്ന് തീരാറാകുമ്പോഴത്തേക്കും അടുത്തടുത്ത് പിടിപ്പിച്ചെടുക്കുക കേട്ടോ. ഇവിടെ കുറച്ച് മുളക് ചീനി ഉണ്ട് കേട്ടോ. അത് നല്ല വെയിലത്ത് നിൽക്കണം. അതിനും കൂടെ കുറച്ച് ചവറ് വെച്ച് കൊടുക്കുവാണേ. മുളക് കായ്ച്ചു തുടങ്ങിയേക്കണുണ്ടോ, പൂവൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വെയിലടിക്കണ സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പൊത ഇട്ട് കൊടുത്താൽ അത് നമ്മുടെ കൊന്നയുടെ ചവറാകുമ്പോൾ നമ്മുടെ കീടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം കൂടെ ആവും കേട്ടോ. ഇതിലെല്ലാം ഈ പൊതയാണ് ഇട്ട് കൊടുക്കും കേട്ടോ. ഇവിടെയൊക്കെ നല്ല വെയിലേറുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇതൊക്കെ പൂ ഇട്ട് തുടങ്ങി. ഇത് ഇതുണ്ടോ, മുളക് കായ്ച്ചു തുടങ്ങി. എൻ്റെ ഈ ചീനി നോക്കി, അത് വാടി തുടങ്ങിയിട്ട് നമ്മുടെ ചട്ടിയിലെ ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കേണ്ട സമയമായി തുടങ്ങി. നല്ല വെയിലല്ലേ തുടങ്ങുന്നത്. ഇത് ഈ കവറിലും കൂടെ ഇതൊന്നിട്ട് വയ്ക്കുവാണേ. ചകിരി ഇങ്ങനെ എല്ലാത്തിൻ്റെയും ചോട്ടിക്കൂടെ ചകിരിയുടെ ചോറ് പറിച്ചിടുവാണെങ്കിൽ നല്ല മാർക്കറ്റിൽ ചകിരിച്ചോറ് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ചകിരിയുടെ ഇത് ഉള്ളിൽ അങ്ങ് പറിച്ച് ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ചോട്ടിക്കൂടെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കുമ്പോൾ ആ നനവ് അങ്ങനെ അങ്ങ് നിൽക്കും. പെട്ടെന്ന് അങ്ങ് ഉണങ്ങി പോവില്ല കേട്ടോ, ഉണക്ക് പറ്റില്ല. അത് നല്ലതാട്ടോ, നല്ലൊരു മാർഗ്ഗം. വേനൽക്കാലത്ത് നമ്മുടെ ചെടികളെ ഇത് ഉണക്കിന്ന് സംരക്ഷിക്കാൻ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് ചകിരിച്ചോറ് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റാത്തവർക്ക് മാർക്കറ്റിൽ അത് അവൈലബിൾ ആണ്. നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടുകയും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.